ഹായ് ഹലോ, ഇന്ന് ഞാൻ സൺഡേ സ്പെഷ്യലായിട്ടൊരു കപ്പ ബിരിയാണി തയ്യാറാക്കാൻ പോവുകയാണ്. അതെങ്ങനെയാണെന്ന് കണ്ടാലോ. ആദ്യം തന്നെ 1 കിലോ ബീഫ്, 1.5 കിലോ കപ്പ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് കപ്പ ബിരിയാണിയിൽ ചേർക്കാനുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ്. അതെന്തൊക്കെയാണെന്ന് കാണാം. 3 ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞത്, 20 ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, 2 തക്കാളി നീളത്തിലരിഞ്ഞത്. അതിനുശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഞാനെല്ലാം പൊടികളാണ് ചേർക്കുന്നത്. ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് കഴുകി വെച്ച ബീഫ് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നീളത്തിലരിഞ്ഞ ചെറിയ ഉള്ളി ചേർക്കുക. അതിനുശേഷം ഇഞ്ചി ചേർക്കുക, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില. എന്നിട്ട് നമ്മുടെ ആവശ്യാനുസരണം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലോണം കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, അരപ്പ് കൂട്ടുകളെല്ലാം ചേർത്ത് വീണ്ടും കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്റ്റൗ കത്തിച്ച് കുക്കർ വെച്ച് 10 വിസിലോളം കേൾപ്പിക്കുക. ആ നേരത്ത് നമുക്ക് കപ്പ വേവിക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം. കപ്പ ഒരു പാത്രത്തിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചൊന്ന് വേവിക്കുക. എൻ്റെ ശ്രദ്ധ കപ്പ വേകുന്നതിൽ മാത്രമാകാതിരിക്കാൻ വേണ്ടി കുക്കർ വിസിലൂതി എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അടപ്പ് മാറ്റി നോക്കിയപ്പോഴേക്കും കപ്പ നല്ലോണം തിളച്ച് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി അടച്ചു വെച്ച് കൊടുത്തു. ഇച്ചിരിയും കൂടി വേകാനുണ്ടായിരുന്നേ. അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് തേങ്ങ ഒരു ശകലം നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ബീഫിൻ്റെ കൂടെ ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലെല്ലാവർക്കും. അത് കാരണം അതിനൊന്ന് എണ്ണയിൽ നല്ലോണം വഴറ്റി കോരിയെടുത്ത് മാറ്റി വയ്ക്കുവാണേ. അതിനുശേഷം ഒരു അരമുറി തേങ്ങ അതേ എണ്ണയിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുവാണ് കേട്ടോ. തേങ്ങ നല്ലോണം മൂത്ത് വന്ന ശേഷം അതിനെയും ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കുക. അപ്പോഴേക്കും നമ്മുടെ കപ്പ വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റാനായിട്ട് വയ്ക്കുവാണേ. അതിനുശേഷം ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും താളിച്ച ശേഷം സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് വഴറ്റുക. പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ബ്രൗൺ കളറാകുന്നവരെ വഴറ്റിയ ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് അതിലേക്ക് ചേർത്ത് വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ മൂപ്പിച്ച് വെച്ച തേങ്ങ കുറേശ്ശെ ബീഫിൻ്റെ പുറത്തേക്ക് വിതറിക്കൊടുക്കുക. കൂടെ നുറുക്കിയ തേങ്ങയും ചേർക്കുക. അതിനുശേഷം കപ്പ കുറേശ്ശെ ആയിട്ട് ഈ ബീഫിൻ്റെ മുകളിലേക്ക് നിരത്തി കൊടുക്കുക. ശേഷം ബാക്കിയുള്ള മൂപ്പിച്ച തേങ്ങയും നുറുക്കിയ തേങ്ങയും കൂടി അതിൻ്റെ മീതെ ചെറുതായിട്ടൊന്ന് തൂക്കിക്കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കറിവേപ്പിലയും ചേർത്ത് ഒരു തവി കൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് അടച്ച് ഫ്ലെയിം കുറച്ച് വെച്ച ശേഷം തുറന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ കപ്പ ബിരിയാണി റെഡിയായി കഴിഞ്ഞു. എങ്ങനെയുണ്ട് അച്ഛാ? സൂപ്പർ കപ്പ ബിരിയാണി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു.